ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങൾക്ക് ഞങ്ങളുടെ പോസ്റ്റിനുള്ളിലേക്ക് ഒരു ബോൾ എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മെന്റാലിറ്റിയോട് കൂട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രത്യേകിച്ച് ഡിഫൻസും ഗോൾ കീപ്പറും അവസാനത്തെ ഈ നോർമൽ ടൈം തീരാളത 30 മിനിറ്റും അഡീഷണൽ ടൈം 7 മിനിറ്റും പ്ലസ് 2 എക്സ്ട്രാ ടൈം കൂടി 30 മിനിറ്റ് ടോട്ടൽ ഒരു 10-65 മിനിറ്റ് നേരം ഈ ഒരു മെന്റാലിറ്റി, ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് ഒരു ബോൾ ഞങ്ങളെ പോസ്റ്റ് ഇടാൻ പറ്റുള്ളൂ, ഗോൾ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ മെന്റാലിറ്റിയോടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സ് പ്രത്യേകിച്ച് ഡിഫൻസും ഗോൾ കീപ്പറും കളിച്ചത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA കപ്പിൻ്റെ മത്സരമാണ്. എന്തൊരു മത്സരമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമാണ്. ഓൾറെഡി ഒരു ഗ്ലാമറസ് പോരാട്ടമായിരുന്നു, സ്റ്റൈലിഷ് പോരാട്ടമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണൽ പോരാട്ടം. നമ്മുടെ പ്രീമിയർ ലീഗിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റുമുട്ടിയപ്പോൾ ആഴ്സണലായിരുന്നു ജയിച്ചത്. അവർ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ആധികാരികമായിട്ട് തന്നെ ആഴ്സണൽ ആ മത്സരം ജയിച്ചിരുന്നു. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എന്തായാലും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക എന്തായാലും ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എന്തായാലും തീർക്കുന്ന വിചാരിച്ചിട്ടുണ്ടാവും. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെയാണ്, അവർ തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചിരുന്നു, ലിവർപൂളിനെ 2-2 സമനിലയിൽ കുരുക്കിയിരുന്നു. ഇതിൻ്റെ ഇടയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പ്ലസ് പോയിന്റ്. അതിൻ്റെ ഇടയിലാണ് FA കപ്പ് ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചിട്ട് വരുന്നത്. ആദ്യ ഹാഫിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വക ഒരു കിടിലൻ ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എല്ലാവരും ഞെട്ടി, ആഴ്സണൽ ഫാൻസ് ആദ്യമേ ഞെട്ടിയിട്ടുണ്ടാവും, ഇതെന്തുണ്ടായിരിക്കണമെന്ന്. കാരണം ഈ സുനാമി വരുന്ന പോലെ അത്രയ്ക്ക് അലകടലായിട്ടാണ് നമ്മുടെ ആഴ്സണൽ കളിക്കാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുഖത്തേക്ക് കയറി വരുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല എവിടെ ബോൾ ആരാണ് എന്ന് ഒന്നും പറയാൻ പറ്റില്ല. അവർ കയറി വരൽ കണ്ടു കഴിഞ്ഞാൽ സുനാമി അടിച്ച് കയറി വരുന്ന പോലെ വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ശ്വാസം വിടാൻ പോലും, പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസിനെ ശ്വാസം വിടാൻ പോലുള്ള സമയം ശരിക്കും ആഴ്സണലിൻ്റെ പ്ലേയേഴ്സ് കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് കടുത്ത ആക്രമണമായിരുന്നു ആഴ്സണലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ടീമിൽ ലൈനപ്പം അവരുടെ ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ്. ആദ്യ ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഗോൾ അടിച്ചിട്ട് ലീഡ് എടുത്തിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് സംഭവബഹുലമായ എല്ലാ കാര്യങ്ങളും അരങ്ങേറിയത്. ഒരു ഗോളിന് താഴെ നിന്ന് ആഴ്സണൽ ഒരു സമനില പിടിക്കാൻ വേണ്ടി ആഞ്ഞടിക്കുന്ന സമയം 61-ാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിയോഗോ ഡലോട്ട് 2ാം മഞ്ഞക്കാർഡും റെഡ് കാർഡും കിട്ടിയിട്ട് പുറത്തു പോകുന്നു. 10 പേരായിട്ട് ഈ സുനാമി പോലെ അടിച്ചാർത്തി വരുന്ന ആഴ്സണലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമാണ്. ഞാൻ പല കളികളിലും നമ്മുടെ റെഡ് കാർഡ് കിട്ടിയിട്ട് 10 പേരായിട്ട് ചുരുങ്ങുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 2 പ്ലേയേഴ്സ് നഷ്ടപ്പെട്ടിട്ട് 9 പ്ലേയേഴ്സായിട്ട് കളിച്ചത്. 9 പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും 11 പ്ലേയേഴ്സ് പഞ്ചാബിൻ്റെയും പ്ലേയേഴ്സ് കളിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അന്ന് കണ്ടിരുന്നു. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓൾറെഡി അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതിശക്തരായ ആഴ്സണലും. ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ ഓൾറെഡി പുഷ് ചെയ്ത് ആക്രമിച്ച് കയറി വരികയാണ്. അതിൻ്റെ ഒരാളും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ട്രെങ്ത്തും പോയി. 63-ാം മിനിറ്റിൽ ആഴ്സണൽ തിരിച്ച് ഗോളടിക്കുന്നു. 1-1 സമനില. കളി മൊത്തം ട്വിസ്റ്റായി. ആ റെഡ് കാർഡിന് ശേഷം കളി മൊത്തം ട്വിസ്റ്റായി. ആ റെഡ് കാർഡ് കിട്ടുന്നവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഗോളിൻ്റെ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഇച്ചിരി മേൽക്കോയ്മ ഉണ്ടായിരുന്നത് ആ റെഡ് കാർഡോട് കൂടി അത് പോയി കിട്ടി. അടിച്ചാർത്ത് വന്ന ആഴ്സണൽ 63-ാം മിനിറ്റിൽ 2 മിനിറ്റിന് ശേഷം 63-ാം മിനിറ്റിൽ ഗബ്രിയലിൻ്റെ വക സമനില ഗോൾ അടിക്കുന്നു. അത് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു അവസരം മര്യാദ ക്ലിയർ ചെയ്യാത്ത കാരണം കൊണ്ട് ബോക്സിൽ ഗബ്രിയലിന് കിട്ടിയ ബോൾ ഗബ്രിയൽ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസിനും ഗോൾ കീപ്പർക്കും വിശ്രമമില്ലാത്ത നേരങ്ങളായിരുന്നു. അവരാക്രമിക്കുന്നു, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസും ഗോൾ കീപ്പറും ബ്ലോക്ക് ചെയ്യുന്നു. അവരാക്രമിക്കുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, ആക്രമിക്കുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. അതേ അവസ്ഥയായിരുന്നു. എന്തായാലും ആഴ്സണലിൻ്റെ ഗോളിക്ക് ആ 63-ാമത്തെ മിനിറ്റിന് ശേഷം വലിയ പണി ഉണ്ടായിട്ടില്ല. കൂടിപ്പോയ 1-2 പണികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൂടുതലും പണി ഉണ്ടായിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസിനും ഗോളി ബെയിൻഡർക്കുമാണ്. ക്രെഡിറ്റ് യുണൈറ്റഡിൻ്റെ ഡിഫൻസിനും ബെയിൻഡർക്കും കൊടുക്കണം. കാരണം 61-ാം മിനിറ്റിൽ 10 പേരായിട്ട് ചുരുങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാക്കി 29 മിനിറ്റ് പ്ലസ് 7 മിനിറ്റ് അതുകൊണ്ട് അഡീഷണൽ കൊടുത്തത്. അപ്പോൾ 29-7 36 മിനിറ്റ് പ്ലസ് ഫസ്റ്റ് ഹാഫിൻ്റെ എക്സ്ട്രാ ടൈമും സെക്കൻഡ് ഹാഫിൻ്റെ എക്സ്ട്രാ ടൈമും 15-30 മിനിറ്റ് ടോട്ടല് 65-66 മിനിറ്റോളം ഈ 10 പേരായിട്ട് നിന്നിട്ട് ശക്തരായ ആഴ്സണലിൻ്റെ ആക്രമണത്തെ ആഴ്സണലിൻ്റെ ഗ്രൗണ്ടിൽ ഹോം ഗ്രൗണ്ടിലായ എമിറേറ്റ്സിൽ വെച്ചിട്ട് തടുത്ത് നിന്നെങ്കിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് ഒരു ബോൾ ഞങ്ങളുടെ പോസ്റ്റിൽ കയറ്റാൻ പറ്റുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റി ആയിരുന്നു. ആ മെൻറ്റാലിറ്റിയാണ് അവിടെ വിജയിച്ചത്. ആ പോസിറ്റീവ് വൈബാണ്, ആ പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ് അവിടെ വിജയിച്ചത്. കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലൈറ്റ് ഒരു ഗോൾ ലൈൻ സേവ് നടത്തിയിരുന്നു. ആ സേവ് നടത്തി ഡിലൈറ്റിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് കണ്ടറിയാം അവർ എത്രത്തോളം അതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ആഴ്സണൽ അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി ബോക്സിൽ കിട്ടുന്നു.
ഒന്നും ചെയ്യാനില്ല, പെനാൽറ്റി വിധിച്ചു. എടുക്കാൻ വന്നത് ഒഡേഗാർഡിൻ്റെ അടി ബെയിൻഡർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 2ാം നമ്പർ ഗോളി ബെയിൻഡർ തടുത്തിടുന്നു. ഒരു ആഴ്സണലിനെ ജയിക്കാവുന്ന സുവർണ്ണ അവസരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോളി തടുത്തിട്ടത്. കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തണമൊന്നുമില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുന്നു, ഇവർ ബ്ലോക്ക് ചെയ്യുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ്, മസ്റോയി, ഡിലൈറ്റ്, ഹാരി മഗ്വയർ, പിന്നെ ഹാരി മഗ്വയറിൻ്റെ പകരം ഇറങ്ങിയ യോറോ വന്നവരൊക്കെ ഡിഫൻസിലേക്ക് ഇടപെടുന്നു, തടുക്കുന്നു, ഇതാക്കുന്നു, ആഴ്സണലിനെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അഡീഷണൽ ടൈം, എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അതിലും ആഴ്സണൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അവരും ആക്രമിക്കുന്നു, ഡിഫൻസ് ചെയ്യുന്നു. ഷുവറായിട്ട് ആഴ്സണലിന് കിട്ടിയ ഒരു 1-2 ഷുവർ ചാൻസ്, അത് ഒന്ന് പെനാൽറ്റിയാണ് ഒഡേഗാർഡിൻ്റെ, രണ്ടാമത് ഒഡേഗാർഡിൻ്റെ അസിസ്റ്റിൽ ഡെക്ലൻ റൈസിൻ്റെ ഒരു ഹെഡർ. അത് ഗോളി ബെയിൻഡർ എങ്ങനെയോ രക്ഷപ്പെടുത്തിയതെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയോ തട്ടിയകറ്റി. അങ്ങനെ പെനാൽറ്റി ഉൾപ്പെടെ 2, 3, 4 ഷുവർ ചാൻസ് ഗോൾ അടിക്കാവുന്നത് ഡിഫൻസും ഡിലൈറ്റിൻ്റെ സേവ് അടക്കം, ബെയിൻഡറിൻ്റെ പെനാൽറ്റി, ബെയിൻഡറിൻ്റെ ഡെക്ലൻ റൈസിൻ്റെ സേവ് എല്ലാം അടക്കം ഒരു 3, 4 ഷുവർ ചാൻസാണ് അവിടെ ഡിഫൻസും ഗോൾ കീപ്പറും വേണ്ടി തടുത്തിട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 5-1 ആഴ്സണൽ ജയിക്കാവുന്ന കളിയാണ് അവസാനം വരെ കഷ്ടപ്പെട്ട് എത്തിച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസ് പിടിച്ച് നിന്നിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് അടുത്തത്. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യപരീക്ഷണമാണ്. അതിന് ഞാൻ ഒരു വലിയ വിജയം എന്ന് പറയില്ല. അപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ്. എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല ജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിൽ പോലും ജയം ജയമാണ്. പക്ഷേ ആ ജയം എന്ന് പറഞ്ഞൊരു ഭാഗ്യപരീക്ഷണമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഭാഗ്യപരീക്ഷണം ആയാലും ജയിച്ചതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 65 മിനിറ്റ് നേരം 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ആഴ്സണൽ പോലുള്ള ഒരു എമണ്ടൻ ടീമായിട്ട് അവരുടെ ആക്രമണത്തെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ, അവരുടെ ഹോം സപ്പോർട്ടിൻ്റെ നടുവിൽ നിന്നിട്ട് ചെറുത്ത് നിന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എത്തിച്ചു. അവിടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജയം. അതുകൊണ്ടാണ് ഈ വിജയം ഈവൻ പെനാൽറ്റി ഷൂട്ടൗട്ടിലായാൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്ന ഇത്രയ്ക്കും ആഘോഷിക്കാനുള്ള കാരണം അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ്. ഞങ്ങളെ കൊണ്ട് കഴിയും. ഈവൻ ലിച്ച ആയാലും ഡിലൈറ്റ് ആയാലും മഗ്വേറ ആയാലും പിന്നെ അങ്ങനെ മസ്റോവി ആയാലും അവരുടെ ഒക്കെ ഓരോ ബ്ലോക്കിലും അവരുടെ ഒരു സന്തോഷമുണ്ട്, അവരുടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഈവൻ ഗോൾ അടിക്കുന്ന ബ്ലോക്ക് ചെയ്ത പോലെ അവരുടെ എല്ലാവർക്കും മനസ്സിലാക്കാം അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4ാം റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്തു. ആഴ്സണലിൽ FA കപ്പിൽ നിന്ന് പുറത്തായി. അപ്പോൾ ആർട്ടേറ്റയ്ക്ക് വീണ്ടും കപ്പില്ലാത്തൊരു സീസണായി മാറുമോ എന്ന് വീണ്ടും സംശയമുണ്ട്. എന്തായാലും ആർട്ടേറ്റയുടെ ആഴ്സണൽ ഓൾ കോമ്പറ്റീഷനിൽ കഴിഞ്ഞ 3 കളിയായിട്ട് ജയിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു, FA കപ്പിൽ നിന്ന് പുറത്തായി. അതിന് മുമ്പുണ്ടായിരുന്ന കരബാവോ കപ്പ് സെമി ഫൈനലിൻ്റെ ഫസ്റ്റ് ഹാഫ് ആദ്യ പാദം ടോട്ടനായിട്ട് എമിറേറ്റ്സിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ട് ആയ എമിറേറ്റ്സിൽ തന്നെ നടന്ന കളിയിൽ 2-0 തോറ്റിട്ടാണ് നിൽക്കുന്നത്. 2ാം പാദം ടോട്ടനത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലുണ്ട് ആഴ്സണലായിട്ട്. അപ്പോൾ അത് ആഴ്സണൽ ഓൾമോസ്റ്റ് പുറത്തായി എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് അതിലും. അപ്പോൾ 2ാം പാദത്തിൽ തോറ്റ് കഴിഞ്ഞാൽ കരബാവോ കപ്പിൽ നിന്ന് പുറത്താകും. FA കപ്പിൽ നിന്ന് പുറത്തായി, കരബാവോ കപ്പിൽ നിന്ന് പുറത്തായി. നെക്സ്റ്റ് ഉള്ളത് പ്രീമിയർ ലീഗാണ്. പ്രീമിയർ ലീഗിൽ എന്താവില്ലെന്ന് അറിയില്ല. അത് കാരണം കൊണ്ട് ഈ വർഷം അത്ലറ്റിക് കപ്പില്ലാതെ മടങ്ങുമോ എന്നുള്ളൊരു സംശയം അങ്ങനെ കിടക്കുന്നു. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ട് ചെയ്യുന്നവർക്കും അമോറിമിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനും ഇത് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു കാലങ്ങളാണ്. കാരണം ആരും പേടിക്കുന്ന ലിവർപൂളിൻ്റെ ഗ്രൗണ്ടായ ആൻഫീൽഡിൽ പോയിട്ട് 2-2 തളച്ചിട്ടു. അതിനുശേഷം ശക്തരായ ആഴ്സണലിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഷൂട്ടൗട്ടിലായാൽ പോലും 10 പേരായിട്ട്, അവിടെ ഇമ്പോർട്ടൻസ് 10 പേരായിട്ട് തോപ്പിച്ചു. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കളിയായിരുന്നു. ഹൈലൈറ്റ്സ് കാണാത്തവരെ ഹൈലൈറ്റ്സ് പോയി കാണും. ഇൻക്രെഡിബിൾ കളിയായിരുന്നു. നല്ല പ്രഷർ ഗെയിമായിരുന്നു. ഇൻക്രെഡിബിൾ ഗെയിമായിരുന്നു. എന്തായാലും വിസിറ്റിംഗ് ഫാൻസിനെ, ട്രാവലിംഗ് ഫാൻസ് എന്തായാലും സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. മാഞ്ചസ്റ്ററിൽ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ ലണ്ടനിലെത്തി കളി കണ്ടവർക്ക് എന്തായാലും അത് വെർത്തായി. നല്ലൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി തന്നെയാണ്. അപ്പോൾ അമോറിം കളിക്കാർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. കളിക്ക് ശേഷം നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോളി ബെയിൻഡർ പറഞ്ഞത് അമോറിം ഞങ്ങൾക്ക് തരുന്ന ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി അങ്ങനെയാണ്, കളിക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ്, ഞങ്ങളെ അദ്ദേഹം നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പറ്റാവുന്ന അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇന്നലെ മത്സരശേഷം അദ്ദേഹം പറഞ്ഞത്. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബെയിൻഡർ ഒരു ഷോട്ട് തടുക്കുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ 5-3 എന്നുള്ള
പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ച് കയറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് എല്ലാവരും ഗോൾ അടിച്ചപ്പോൾ ആർസണലിൻ്റെ ഒരെണ്ണം ബെയിൻഡർ ഗോൾ കീപ്പർ തടുത്തു. ഇനി ഗോൾ കീപ്പറെ കുറിച്ച് പറയാനാണെങ്കിൽ ഗോൾ കീപ്പർ ബെയിൻഡർ ഒരു ഡേവിഡ് ഡെഹയുടെ ഒരു തകർപ്പ് എന്ന നിലയിൽ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. കാരണം ആള് നമ്മുടെ ഡെക്ലൻ റൈസിൻ്റെ ഗോളെന്ന് ഉറച്ച ആ സാധനം സേവ് ചെയ്തതൊക്കെ നോക്കുമ്പോൾ പണ്ട് ഡെഹിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഏകദേശമൊക്കെ വരും. ഒരു കളിയോട് നമുക്ക് ഒരാളെ നടക്കാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു പകർപ്പ് എന്ന ലെവലിൽ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പകർപ്പ് എന്ന ലെവലിൽ വെക്കാൻ പറ്റുന്ന പ്ലെയറാണ് തോന്നുന്നു ബെയിൻഡർ. എന്തായാലും തുറന്നുള്ള കളികളൊക്കെ ചിലപ്പോൾ അമോറിയും ചിലപ്പോൾ ഇറക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആളുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ഫൈനൽ നടന്നിരുന്നു. പിന്നെയും ഒരു എൽ ക്ലാസിക്കോ ഫൈനലായിരുന്നു അത്. അതിൽ 5-2 ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തകർത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ അവർ കപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുന്ന നിലയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടെ മുന്നോട്ട് പോകണം. എത്തിഹാദിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ തോപ്പിച്ചു, ആൻഫീൽഡിൽ പോയിട്ട് ലിവർപൂളിനെ സമനിലയിൽ കുരുക്കി, പിന്നെ ഇപ്പോൾ എമിറേറ്റ്സിൽ പോയിട്ട് ആർസണലിനെ തോപ്പിച്ചു. ഈവൻ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആയാലും 10 പേരായിട്ടാണ് ആർസണൽ തോപ്പിച്ചു. അപ്പോൾ വമ്പന്മാർക്കെതിരെ കളിക്കുമ്പോൾ കാണിക്കുന്ന ഇതേ പോസിറ്റീവ് മെൻറ്റാലിറ്റി, പോസിറ്റീവ് വൈബ് താരതമ്യേന ദുർബലരായിട്ട് കളിക്കുമ്പോൾ കൂടെ വേണം എന്നുള്ള കാര്യം അമോറിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നത്. ബൈ.